നെയ്മറിന് വീണ്ടും പരിക്ക്. ഈ വാർത്ത ഏറെ ആശങ്കയോടെ കേട്ടിട്ടുണ്ടാവുക നെയ്മർ ഹേറ്റേഴ്സ് തന്നെയായിരിക്കും. എന്തെന്നാൽ ഫുട്ബോളിന്റെ മാജിക്കൽ ടച്ച് ഈ ലോകകപ്പിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക തന്നെ. പരിക്കുകളില്ലാത്ത നെയ്മറെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏറെ പുറകോട്ടൊന്നും പോണ്ട. 2020-21 കാലഘട്ടം മാത്രം എടുത്തു നോക്കിയാൽ മതി. യൂറോപ്പിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്ന PSG എന്ന ക്ലബിനെ തന്റെ സ്വന്തം കരങ്ങളാൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്തിച്ച ആ മാന്ത്രിക പ്രകടനം. ലാൻഡയ്ക്കെതിരെയുള്ള ഒരൊറ്റ മത്സരം മാത്രം മതി. 16 സക്സസ്ഫുൾ ട്രിബിളുകളാണ് മത്സരത്തിൽ പിറന്നത്. ലോകം ആ മാന്ത്രികത അത്ഭുതത്തോടെ വീക്ഷിച്ചു നിന്ന ദിവസം. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബയേൺ മ്യൂണിക്കിന്റെ ഡിഫൻസ് തീർത്ത ജർമ്മൻ മതിലിന്റെ മുമ്പിൽ നെയ്മർ നടത്തിയ ആ സാമ്രാജ്യത്വം ഇന്നും നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. അസാധ്യമായ ട്രിബിളിങ്ങുകൾ, മാജിക്കൽ പാസുകൾ. നെയ്മറിനും കപ്പിനുമിടയിൽ അന്ന് നിന്നത് ജർമ്മൻ വൻമതിലായ ന്യൂഇയർ ആയി. ചാമ്പ്യൻസ് ലീഗിന്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നെയ്മർ ബ്രസീലിന്റെ മഞ്ഞ കുപ്പായം എടുത്തിട്ടു. ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെ ബ്രസീലിനെ കോപ്പ അമേരിക്കയുടെ ഫൈനൽ വരെ എത്തിച്ചു. ഫൈനലിൽ ബദ്ധവൈരികളായ അർജന്റീനിയൻ കോച്ച് തന്റെ കളിക്കാർക്ക് ഒരൊറ്റ നിർദ്ദേശമാണ് നൽകിയത്. നിങ്ങൾ നെയ്മർക്ക് കളിക്കളത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കുകയാണെങ്കിൽ അത് ബ്രസീലിന് കപ്പിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയായിരിക്കും. അക്ഷരാർത്ഥത്തിൽ അർജന്റീനൻ കളിക്കാർ അത് ഗ്രൗണ്ടിൽ നടപ്പിലാക്കി. അവർ നെയ്മറെ നിരന്തരം പിന്തുടർന്നു. അതിഭീകരമായ ടാക്കിളിങ്ങിലൂടെ അവർ അവന്റെ താളം തെറ്റിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണ വീഴുമ്പോഴും വീണ്ടും പന്ത് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നെയ്മറെയാണ് നമ്മൾ കളിക്കളത്തിൽ കണ്ടത്. ഒരു മനുഷ്യൻ സ്വന്തം വിധിക്കെതിരെ പോരാടുന്നത് കണ്ണു നിറഞ്ഞ് കണ്ടുനിന്ന നിമിഷങ്ങളായിരുന്നത്. അന്ന് കപ്പിനും നെയ്മറിനുമിടയിൽ തടസ്സമായി നിന്നത് അർജന്റീന എന്ന രാജ്യം തന്നെയായിരുന്നു. 2022 ഖത്തർ ലോകകപ്പിലെയും വിധി മറ്റൊന്നായിരുന്നില്ല. ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കേറ്റ് പുറത്തായ നെയ്മർ ആ ലോകകപ്പിൽ ആകെ കളിച്ചത് 3 മത്സരങ്ങൾ മാത്രമാണ്. ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു മാന്ത്രിക പ്രകടനം മാത്രം മതി എന്തുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ ദ മജീഷ്യൻ എന്ന് വിളിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി. എന്തുകൊണ്ട് നെയ്മർ 2016 ശേഷം ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ തവണ ഫൗൾ ചെയ്യപ്പെട്ട താരം? മറ്റു താരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മത്സരത്തിൽ ശരാശരി 4 അതിഭീകരമായ ടാക്കിളുകൾ നേരിടുന്ന താരം. തന്റെ കരിയർ ജീവിതത്തിൽ ഏതാണ്ട് 3 വർഷത്തോളം പരിക്ക് കാരണം പുറത്തിരിക്കേണ്ടി വന്ന താരം. ഒരു കളിക്കാരൻ തന്റെ ജീവിതത്തിന്റെ 30% ഗ്രൗണ്ടിന്റെ വെളിയിൽ ഇരിക്കുക എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം നെയ്മർ എത്രത്തോളം ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത്. ഫുട്ബോൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കളി ഒരു ടാക്ടിക്കൽ ഗെയിം അല്ല. പോർച്ചുഗീസ് ഭാഷയിൽ പറഞ്ഞാൽ ഹൊഗ ബൊനീത്തോ, മനോഹരമായ പന്തുകളി. ഈ കാലയളവിൽ ഫുട്ബോൾ മൈതാനത്ത് അങ്ങ് തീർത്ത മാന്ത്രികത ഒന്ന് മാത്രം മതി നെയ്മർ. താങ്കൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഈ ലോകം നിങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. അവർ ടാർഗറ്റ് ചെയ്തത് പന്തുകളെ അല്ലായിരുന്നു, നിങ്ങളുടെ കാലുകളെയായിരുന്നു.